നമസ്കാരം. പാട്ടോട് പാട്ടിൻ്റെ അടുത്ത ഗാനം ദശാരണത്തിൽ തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട എല്ലാ പാട്ടുകളും പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് കൂടുതൽ പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്ന ഒരു പാട്ടാണിത്, അല്ലെങ്കിൽ പാടിത്തന്ന ഒരു പാട്ടാണ്. കാരണം ഇതിൽ ഒരു സിറ്റുവേഷൻ മുത്തശ്ശി പാടുന്നതായിട്ട് തന്നെയാണ്. നീലക്കാർമുകിൽ വർണ്ണനന്നേരം രാധ എന്നൊരു നാരിയുമായി നീളെ വനത്തിൽ നടന്നു മേളാമോടെ കളിച്ചു എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ പാടുന്ന ഒരു തിരുവാതിരപ്പാട്ടാണ്. പഴയ കാലത്തെ കാട്ടിലൊന്നുണ്ട് മൂളുന്ന കണ്ണ എന്ന് തുടങ്ങുന്ന ആ മറ്റ് വരികളും ഒക്കെ ചേർന്ന് എൻ്റെ ചെറുപ്പപ്രായത്തിൽ ഞങ്ങളുടെ മുത്തശ്ശിയുടെ പടമുണ്ട്. ആ മുകളിൽ കാണുന്ന മുത്തശ്ശിയുടെ പടമാണ്. 14 മക്കളുള്ള ഒരു കുടുംബം. ചങ്ങനാശ്ശേരി പെരുന്ന ഔട്ടപ്പള്ളിയിലെ മുത്തശ്ശി, ഏറ്റവും 14 മക്കളുടെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ. എൻ്റെ അച്ഛൻ 2ാമത്തെ മകനാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ആ മുത്തശ്ശിയുടെ മടിയിലും അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്തുമായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ എന്നെ പാടി ഉറക്കിയ മുത്തശ്ശിയുടെ പാട്ടുകളിൽ ഒന്നിതായിരുന്നു. ഞാൻ ഈ ദേശാടനത്തിലെ ഒരു മുത്തശ്ശി പാടുന്നൊരു പാട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെന്നു. ചങ്ങനാശ്ശേരിയിൽ പെരുന്ന ഔട്ടപ്പള്ളി വീട്ടിൽ ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു, എനിക്ക് അന്ന് ഏതാണ്ട് 90-നടുത്ത് പ്രായമുണ്ട്, അപ്പം എനിക്ക് ആ പാട്ടൊന്ന് പറഞ്ഞു തരണം, ഞാൻ എഴുതിയെടുത്തോളാം, പാടിത്തരണം. അങ്ങനെ ആ പാട്ട് പാടിത്തരുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ ശബ്ദത്തിൽ തന്നെ അത് പാടി ഞാൻ ചിത്രീകരിക്കുകയാണ്. ഇപ്പം 4 കെട്ടിൽ കുട്ടികളിങ്ങനെ മുത്തശ്ശിയോട് കാണും ഒരു പാട്ട് പാടണമെന്ന് പറഞ്ഞ് പാടുമ്പോൾ കാലൊക്കെ നീട്ടിയിരുന്ന മുത്തശ്ശി പാടുന്ന കാണുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ എവിടെയോ നമുക്കറിയാം, ഈ മുത്തശ്ശി അറിയാം. ഈ 4 കെട്ടിലെ ആ ചെറിയ ഒരു വിളക്കിൽ ഈ കുട്ടികൾ ഉറങ്ങുന്നത് അല്ലെ ശ്രദ്ധിച്ച് കിടക്കുന്നത് നമുക്കറിയാം എവിടെയൊക്കെയോ. നമ്മളുടെ പഴയ കാലം സ്പർശിക്കുന്നു, എന്നെ സ്പർശിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പല സിനിമകളിലും നമ്മളുടെ ഓർമ്മയിലുള്ള പല കാര്യങ്ങളും നമ്മൾ ചേർത്ത് വെക്കാറുണ്ട്, അല്ലെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിലൂന്നി കഥ പറയാറുണ്ട്. ഇവിടെ ഈ കഥയിൽ ദേശാടനത്തിൽ ഞാനും കൈതപ്രവും മത്സരിച്ചാണ് ഞങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഇതിലേക്ക് പകർന്നു നൽകുന്നത്. കൈതപ്രം സംഗീതത്തിലൂടെയും അല്ലെങ്കിൽ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പാടിയതിലൂടെയൊക്കെ നമ്മളിലേക്ക് പകർന്നു തരുമ്പോൾ ഞാനും എൻ്റെ ഓർമ്മയിലുള്ള ഏടുകൾ എടുക്കുകയാണ്. ഇതൊക്കെ എല്ലാ കഥകളിലും പറ്റില്ല. ചില കഥകൾ അങ്ങനെയാണ്, ചില ജീവിതം അങ്ങനെയാണെന്ന് പറഞ്ഞതുപോലെ ഈ ഗാനം എനിക്ക് എപ്പോൾ കേൾക്കുമ്പോഴും മുത്തശ്ശി ഓർമ്മ വരും. അത് ഈ പാട്ട് ചിത്രീകരിച്ച് ഈ പാട്ട് കാണുമ്പോൾ ഉള്ള മുത്തശ്ശിയുടെ മനസ്സിൻ്റെ ആ സന്തോഷം എനിക്ക് ഊഹിക്കാവുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് ഒരു കാലത്ത് നിറഞ്ഞു നിന്ന ആ കൂട്ടുകുടുംബങ്ങളുടെ അന്തരീക്ഷം, 14 മക്കളും മക്കളുടെ മക്കളുമൊക്കെ നിറഞ്ഞ് തിരുവാതിരയൊക്കെ അരങ്ങേറിയിരുന്ന ആ മുറ്റമൊക്കെ ഇന്ന് ശൂന്യമായി എല്ലാവരും പരസ്പരം മാറി മാറി താമസിക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടം വരും ഒരു കാലത്തെക്കുറിച്ച് ഓർത്ത്. ഇന്നും ദേശാടനം പറയുന്നത് ഒരു വേദനയുടെ കഥയാണ്, എന്നാലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നല്ലൊരു കാലത്തിൻ്റെ കഥ കൂടിയാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മുത്തശ്ശി ഓർക്കാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശി ഓർക്കാൻ ഇഷ്ടപ്പെടുന്നൊരു ഗാനമായിരിക്കും തീർച്ചയായും നീലക്കാർമുകിൽ വർണ്ണനന്നേരം എന്ന് തുടങ്ങുന്ന ഗാനം.